റാഗി വീട്ടിൽ തന്നെ എങ്ങനെ മുളപ്പിച്ച് പൊടിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് വളരെ പോഷകഗുണമുള്ള ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവരും റാഗി നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, റാഗി എന്ന് പറയുന്നത് അയൺ ആൻഡ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. റാഗി നന്നായിട്ട് കഴുകേണ്ടി വരും. നമ്മൾ സാധാരണ അരി കഴുകുന്ന പോലെയൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് ചെളി ഉണ്ടാവും റാഗിയിൽ. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം ഞാനിത് മുളപ്പിക്കാൻ വെക്കുന്നത് ഇങ്ങനെയാണ്. ഒരു നല്ല തോർത്ത് കൊണ്ട് എടുത്തിട്ട് അതിൽ ഈ റാഗി നനവോട് കൂടി തന്നെ കെട്ടി വയ്ക്കുന്നു. അതിനുശേഷം ഇതാ ഇങ്ങനെ അടിയിലൊരു പാത്രം, അതിൻ്റെ മുകളിലായിട്ട് വെള്ളം പോകാവുന്ന രീതിയിൽ ഓട്ടയൊക്കെ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം, എന്നിട്ട് ഇത് ഞാൻ അടച്ചു വയ്ക്കും. എന്നിട്ട് നമുക്കിത് വെയിലൊന്നും കൊള്ളാതെ 2 ദിവസം വയ്ക്കുമ്പോഴാണ് ഇത് നമുക്ക് നന്നായിട്ട് മുളച്ച് കിട്ടുന്നത്. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഞാനിത് നോക്കിയപ്പോൾ ഇതിനകത്ത് ചെറിയ മുളകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിത് പോരാ. നമുക്ക് ഒരു ദിവസം കൂടി വെച്ചിട്ട് ഏകദേശം 48 മണിക്കൂർ എടുത്തിട്ടാണ് റാഗി നന്നായിട്ട് മുളച്ച് വരുന്നത്. ഇത് സെക്കൻഡ് ഡേ ആണ്. ഇതിൽ നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ റാഗി മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് വെയിലത്തിട്ട് ഉണക്കലാണ്. അപ്പോൾ ഒരു നല്ല ക്ലീനായിട്ടുള്ള ഒരു മുറ എടുത്ത് അതിൽ നല്ല ക്ലീനായിട്ടുള്ള ഒരു തുണിയിൽ ആദ്യം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോർത്തിലൊക്കെ ഇത് നന്നായിട്ട് ഇതിൻ്റെ മുള ഇങ്ങനെ കയറിയിരിക്കുന്ന കാരണം തോർത്തിൽ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായി വലിച്ചെടുത്തോളൂ. എന്നിട്ട് ഇത് നന്നായി വിരിച്ച് വെയിലത്ത് ഉണക്കണം. ഇതും ഏകദേശം 2 ദിവസം എടുക്കും. നല്ല വെയിലുണ്ടെങ്കിൽ 2 ദിവസത്തോളം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇത് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആ മുളയൊക്കെ വന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ പൊടിഞ്ഞ് വരും. ഇത് വെയിലത്ത് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ സെക്കൻഡ് ഡേ ഞാൻ ഇത് ഇട്ട് വയ്ക്കാനുള്ള പാത്രവും അതുപോലെ അത് പൊടിച്ചെടുക്കാനുള്ള മിക്സിയുടെ ജാറും വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കും കേട്ടോ. എന്നിട്ട് റാഗി അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുക്കും കൂടെ വേണം. എന്നിട്ട് അതൊന്ന് തണുത്ത് വരുമ്പോഴാണ് ഞാൻ മിക്സിയുടെ ചെറിയ ഈ ജാറിൽ പല പല ബാച്ചസ് ആയിട്ടിട്ട് പൊടിച്ചെടുക്കാറ്. കുഞ്ഞു വാവകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പൊടിച്ചെടുക്കുന്നത് എങ്കിൽ ഈ ഒരു സ്റ്റേജിന് ശേഷം ഇത് അരിച്ചും കൂടെ എടുക്കണം കേട്ടോ. ശേഷം നല്ല നനവൊന്നുമില്ലാത്തൊരു പ്ലേറ്റിലാണ് ഇടേണ്ടത്. എനിക്ക് പ്ലേറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ന്യൂസ് പേപ്പറിലാണ് ഇട്ടത്. ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം.